നമ്മൾ വായിച്ചത് മാത്യു ചാപ്റ്റർ 18 1 മുതലുള്ള വാക്യങ്ങളാണ്. വളരെ ലളിതമായ ഒരു പ്രവൃത്തി പോലെ തോന്നും, പക്ഷെ വലിയ പ്രവൃത്തിയാണ്. സിറ്റിസൺഷിപ്പ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലെ പൗരത്വം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാം. ഒരാളുടെ നാഷണാലിറ്റി നിർണയിക്കുന്ന ഘടകം ഒന്ന്, ആ രാജ്യത്ത് പിറക്കണം, അതല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരന്റെ മകനായി വിദേശത്ത് ജനിച്ചാലും മതി. അതാണ് പൗരത്വത്തിനുള്ള ഒരു മാനദണ്ഡം. എന്നാൽ ആ നാഷണാലിറ്റി സ്ഥിരീകരിച്ച് അദ്ദേഹം രാജ്യത്തിൻ്റെ നിർണായകമായ പ്രവൃത്തിയാകുന്ന ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമം ഒരിക്കലും 21 വയസ്സായിരുന്നു. അത് പിന്നീട് 18 വയസ്സായിട്ട് അമെൻമെൻറ്റ് ചെയ്തു. അപ്പോൾ 18 വയസ്സുള്ള ഒരു ഇന്ത്യൻ പൗരൻ ഒന്നുകിൽ ഇന്ത്യയിൽ ജനിച്ചിരിക്കണം, അതല്ലെങ്കിൽ ഇന്ത്യക്കാരായ മാതാപിതാക്കളുടെ മകനായി ലോകത്തേതെങ്കിലും രാജ്യത്ത് ജനിച്ചാലും മതി. അതല്ലാതെ നമ്മൾ പൗരത്വം കൊടുക്കും. ആർജിത പൗരത്വമാണത്. കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കാറുണ്ട്. ഇപ്പോൾ പൗരത്വം വലിയൊരു ചർച്ചയാകുന്ന ഒരു കാലമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിലെ പൗരനാകാൻ എന്ത് ചെയ്യണം? ആ യേശു ആദ്യം പഠിപ്പിച്ചത് നിക്കോദിമോസിനോടാണ്. നിക്കോദിമോസിനെ പഠിപ്പിച്ചു, വീണ്ടും ജനനമാണ് അവിടെ ചെല്ലാനുള്ള ഒന്നാമത്തെ വഴി. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കയില്ല. വീണ്ടും ജനനം. പള്ളി ബുക്കിലെ മെമ്പർഷിപ്പോ പരമ്പരാഗത ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതോ പുണ്യപ്രവൃത്തികൾ ചെയ്തതോ ഒന്നും സ്വർഗരാജ്യപ്രാപ്തിക്ക് കാരണമല്ല. നാം സ്വർഗത്തിലെത്താൻ മറ്റൊരാൾ നമുക്ക് വേണ്ടി പണം ചിലവഴിച്ചതോ മരണാനന്തരം പ്രാർത്ഥിച്ചതോ ഒന്നും സ്വർഗരാജ്യപ്രാപ്തിക്ക് ഹേതുവല്ല. പിന്നെ ദൈവ കുടുംബത്തിൽ ജനിക്കണം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിക്കണം. യേശുവിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ നാം ഒരു പുതുമനുഷ്യനായി ജനിക്കുന്ന ആ മാനസാന്തര പ്രക്രിയ, അതാണ് സ്വർഗരാജ്യത്തിലെ പൗരനാകാനുള്ള ഒരു യോഗ്യത. ആ പൗരന്മാരിൽ ആരാണ് വലിയവൻ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ശിഷ്യന്മാർ ചോദിച്ചു. ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ വരുന്നത് ചില മാനുഷിക ബോധങ്ങളാണ്. പക്ഷെ വരാനിരിക്കുന്ന നിത്യതയുടെ രാജ്യത്തെ മനുഷ്യന്റെ പഠനം കൊണ്ട് ഒരിക്കലും വിചിന്തനം ചെയ്യാൻ പാടില്ല. അതാണ് സത്യം. അങ്ങനെ ഒത്തിരി പരാജയം പലർക്കും പറ്റിയിട്ടുണ്ട്. ആ രാജ്യത്തെ, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു രാജ്യത്തെ ഇഹലോകം കൊണ്ട് തുലനം ചെയ്യുക. ആദ്യം മനസ്സിലാക്കേണ്ടത് കാണുന്നതൊക്കെ മായയും കാണാത്തത് നിത്യവുമാണ്. അപ്പൊ കാണുന്ന മായയെ കൊണ്ട് കാണാത്ത നിത്യതയെ അളക്കാൻ പാടില്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് മറ്റൊന്നാണ് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം. അന്ന് നമുക്ക് പുതിയൊരു പാട്ട് പാടാമെന്നാണ് ആ നിത്യതയിൽ. പാട്ട് പോലും മാറി പുതിയൊരു പേര് ലഭിക്കുമെന്ന് ജയിക്കുന്നവന്. അങ്ങനെ എല്ലാം പുതുമയുടെ ഒരു വ്യത്യസ്ത ലോകമാണ് നമ്മൾ ആർജിക്കാൻ പോകുന്നത്. സ്തോത്രം. ആ ലോകത്തെ കണ്ടുകൊണ്ട് വീണ്ടും ജനിക്കണം. ആ വീണ്ടും ജനനം പ്രാപിച്ചവൻ ആ ലോകത്തെ കണ്ടുകൊണ്ട് ഈ ലോകത്ത് വസിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയാറുണ്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദലും. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക, നിന്റെ വീട് മാറുന്നു, നിന്റെ സ്ഥിതിഗതികൾ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, മറ്റൊന്നാകുന്നു നിന്റെ വീട്. മറ്റൊരുവനിലേക്ക് നീ ചേരുകയാണ്. ഇന്നലെ വരെ അവൾ വൃത്തിയാക്കിയ വീട്, പരിസരം, അവൾ നട്ടുവച്ച ചെടികൾ, അതെല്ലാം അവൾക്ക് അന്യമാകുമ്പോൾ ഒരു ചെറിയ ദുഃഖം പോലെ അവൾക്ക് തോന്നാറുണ്ട്. ഞാനിവിടെ ഒക്കെ വിട്ടുപോകുന്നു എന്ന ദുഃഖം അവളെ അലട്ടാറുണ്ട്. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ നിൽക്കുന്നില്ല. എന്താണ് കാരണം? അതിലുമൊക്കെ വ്യത്യസ്തമായൊരിടത്ത് കാന്തനോടൊത്ത് നടക്കുമ്പോൾ വീടിന്റെ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, കാന്തന്റെ സാമീപ്യം. ഈ കാന്തയ്ക്ക് കൊടുത്ത ഒരു ഉന്മാദ ലോകമുണ്ട്. അവൾക്ക് കൊടുത്ത ഒരു ശാശ്വത സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അപ്പോൾ ആ ലോകം കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പറയാം. കുട്ടികളെ കുറിച്ചുള്ളൊരു ചർച്ച തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെ വളരെ പ്രസക്തമാണ്. കൊച്ചുകുട്ടികൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ടല്ലോ. ഞാൻ പാസ്റ്റർ വീട്ടിൽ വന്നു, തോളി പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് കൊച്ചു മോനുണ്ടെന്ന് കരുതുക, മോനുണ്ടല്ലോ. ഞാൻ
നിർബന്ധിച്ചു. പിന്നെ ഞാൻ ഇന്നങ്ങ് കൊണ്ടുപോവാണ്. ഒത്തിരി നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു അവൻ വരുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഒത്തിരി സമ്മർദ്ദമായി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പോരുക എന്ന് പറഞ്ഞു. എന്നാൽ പോവാണെങ്കിൽ പോ, രാവിലെ ഇനി വിട്ടേക്കാം. ഞാനും എന്നെയും കൊണ്ട് ഇതിലെല്ലാം കറങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അവൻ വന്നല്ലേ എൻ്റെ കുട്ടികളെല്ലാം ഓടിക്കൂടി. എൻ്റെ മക്കൾ ഈ ശല്യം ചെയ്യുന്നവരല്ല, കുഞ്ഞുങ്ങളെ വളരെ കെയർ ചെയ്യുന്ന ആളുകളാണ്. അവർ തമ്മിലൊരു വഴക്കില്ല, വരുന്നവരോടും ഇല്ല, അത്തരം ഒരു രീതിയാണ്. നല്ല കെയറാണ്. കുറേ കഴിഞ്ഞു, സന്ധ്യയായി. ഇപ്പം പതുക്കെ മൂളാൻ തുടങ്ങി. ഭക്ഷണം കൊടുത്തിട്ട് വേണ്ട, ഐസ്ക്രീം വേണ്ട, ജ്യൂസ് വേണ്ട, അവനൊന്നും വേണ്ട. പതുക്കെ അവൻ പ്രതിഷേധം കാട്ടി വിങ്ങിപ്പൊട്ടുന്നുണ്ടോ. മോനെ കരയാതെ, എന്താ പറ്റി? അവൻ പറയുന്നില്ല. അല്പം കൂടി ഇരുട്ടി അവൻ പറയാൻ തുടങ്ങി, മമ്മിയെ കാണണം, പാപ്പയെ കാണണം. നോക്കണേ, ഈ സൗകര്യത്തിന് പാസ്റ്റർ ഇവനിവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ ഉണ്ട്. കുറെ പോയി കഴിഞ്ഞപ്പോഴാ പാസ്റ്റർക്ക് തോന്നിയേ കുഞ്ഞില്ലാത്തൊരു വീട് ഏതാണ്ടൊരു പ്രശ്നം പോലെ. അവൻ ഓടിച്ചാടി കളിച്ച, അവൻ ബഹളം കുട്ടിയ, അവൻ കുസൃതി കാണിച്ച ആ വീട് അതുവരെ വഴക്ക് പറഞ്ഞിട്ട് നമുക്ക് തോന്നി അവൻ ഓടിച്ചാടിയത്, അവൻ കുസൃതി കാട്ടിയതൊക്കെയാണ് ആസ്വാദനക്ഷമം. ആസ്വദിക്കാൻ പറ്റിയത് അതായിരുന്നു. ശുചിത്വമുള്ള ഈ വീടിനേക്കാൾ അവൻ തനിക്ക് തോന്നും വണ്ണം ഇട്ട ഈ വീടായിരുന്നു എനിക്ക് ആനന്ദപ്രദമെന്ന് അപ്പന് തോന്നി. സ്വർഗത്തിലെ അപ്പനും ഏദൻ പറുദീസ് നഷ്ടമായ മനുഷ്യനെ കുറിച്ച് നാം തിരിച്ചു ചെല്ലാൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു മുടിയൻപുത്രൻ എന്ന് വിളിക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അവൻ മടങ്ങി വന്നവനാണ്. മുടിയനെന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ്. മടങ്ങി വന്ന പുത്രനാണ്. അവൻ പോയ നാൾ മുതൽ അപ്പൻ്റെ ഉള്ളിൽ ഒരു ബോധം, ഒരു സങ്കടം, ഒരു പുനഃസമാഗമം കാത്തിരിക്കുകയാണ്. അപ്പൻ അവനെ നേരിടുന്ന നിയമം കൊണ്ടല്ല, കൃപ കൊണ്ടാണ് നേരിടുന്നത്. അവൻ തിരിച്ചു വരുന്ന കൃപ കൊണ്ടല്ല, നിയമം കൊണ്ട് വരിക. എനിക്ക് കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആകണം. രണ്ട് സ്ട്രീമുകളിൽ ദൈവവും മനുഷ്യനും നിൽക്കുമ്പോൾ അതിന്റെ മധ്യ ഒരിക്കലും നിയമമല്ല ഫലപ്രദം, കാരുണ്യവാനായ ദൈവത്തിന്റെ കൃപ. എന്റെ അനുസരണബോധം അങ്ങോട്ട്, ദൈവത്തിന്റെ കാരുണ്യം, ഇവ രണ്ടും യോജിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ മോനിലേക്ക് വരാം. മോൻ ഒത്തിരി കരയുന്നു. ഞാൻ എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും കരയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു വേദന ഇല്ലേ, ആ വേദനയ്ക്ക് നമ്മൾ പറയുന്ന പേരാ ഹോം സിക്നസ്. ഹല്ലേലൂയ. ഈ ഹോം സിക്നസ് ആണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിനും. നമ്മൾ ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല, നമ്മൾ ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല, വാസസ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ എൻ വീടിൻ്റെ ഉള്ളിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനായി. അതെഴുതിയ കർത്തൃദാസനോട് വന്നിട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ നമ്മുടെ തന്നെ ഒരു ഡിബേറ്റിന് വന്ന് സംബന്ധിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വെച്ചാൽ ഈ ഗാനം എഴുതാനുള്ള സാഹചര്യം എന്താ? അദ്ദേഹം എന്നെ പേരാണ് വിളിക്കുന്നത്. പറഞ്ഞു, മോനെ ഞാൻ വീട് ഒത്തിരി മാറി സ്വന്തം ഒരു വീടില്ലാതെ അലഞ്ഞു. ആ ഘട്ടത്തിൽ ഈ വസ്തുവകളെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വീട് മാറിപ്പോകുമ്പോൾ ഭാര്യ ചോദിച്ചു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എന്തിനാ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്? അന്ന് ദുഃഖിതനായി കിടന്നിറങ്ങിയപ്പോൾ തമ്പുരാന്റെ ആലോചന, നീ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, ശരിയായ വീട്ടിലെത്തിയിട്ടില്ല. ഒരു ദിവസം ആ വീടണയും നമ്മൾ, ശാശ്വത ഗേഹം അണയും നമ്മൾ. ആ വീടിനെ കുറിച്ചുള്ള മാനുഷികമായൊരു തോന്നൽ കൊണ്ട് ശിഷ്യന്മാരൊരു ചോദ്യം വന്നവനോട് ചോദിക്കുകയാണ്, ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ? ഹല്ലേലൂയ. യേശു ഒരു ശിശുവിനെ അരികിൽ നിർത്തി. ഇതൊരു പാഠം പഠിക്കാനുണ്ട്. എനിക്ക് ദിനങ്ങളിൽ ഈ ശിശുവിനെ കുറിച്ചുള്ള ഇത്ര ഓർമ്മ വരാൻ കാരണം, ഇവിടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഒരു അരക്ഷിതാവസ്ഥ. കേരളത്തിലെ വാർത്തകൾ എന്ത് വേദനാജനകമാണ്. എൻ്റെ വീട്ടിൽ ഇത്തരം വാർത്ത വരുമ്പോൾ കാണാൻ ഇഷ്ടപ്പെടാതെ ഞാൻ മാറി നിൽക്കും. അത്ര നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന വാർത്തകൾ. ഒരു പിഞ്ചു കുട്ടിയുടെ ദാരുണ മരണം ഇനി ഉത്തരം കിട്ടാത്ത ഒന്നായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു മോള്, അവളുടെ ആ നൃത്തമൊക്കെ ഇങ്ങനെ എടുത്തു കാണിക്കുമ്പോൾ കുറെ കൂടി നമ്മുടെ വേദന വർദ്ധിക്കുന്നു. ദൂരത്തിരിക്കുന്ന ഒരു കാഴ്ചക്കാരൻ എത്രയുമെങ്കിൽ അവളുടെ മാതാപിതാക്കൾ അനുഭവിച്ച ദുരിതം എത്ര വലുതാണ്, ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര. മറുവശത്ത് സോഷ്യൽ മീഡിയ വിചാരണ നടക്കുക, അമ്മയെ ചോദ്യം ചെയ്യണോ അമ്മ. എല്ലാവരെയും ശരണ്യയുടെ കണ്ണിൽ കൂടി കാണുന്ന ഒരു വല്ലാത്ത മനസ്സും നമുക്കുണ്ട്. ആ അമ്മയൊന്നുമല്ല, ആകരുതേ കുറ്റവാളികൾ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം? മറുവശത്ത് ഒരു കുഞ്ഞിൻ്റെ ദാരുണ അന്ത്യം. ഇതേപോലെ
നമ്മൾ പിന്നെയും കണ്ടു, ശരണ്യ എന്നൊരു യുവതി കുഞ്ഞിനെടുത്തെറിഞ്ഞ് ആ കുഞ്ഞിനെ അതിൻ്റെ ദാരുണമായ കിടപ്പുമൊക്കെ കണ്ടു. ഇത്തരം കാഴ്ചകളുടെ നടുവിൽ ഒരു കുഞ്ഞിൻ്റെ വില തമ്പുരാൻ ഇവിടെ കാട്ടിത്തരികയാണ്. ഹല്ലേലൂയ. കർത്താവ് വില കാട്ടിത്തരികയാണ്. അവനെ അരികിലേക്ക് വിളിച്ചു, തൻ്റെ തൊട്ടടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇവനാണ്, ഇവനിലേക്ക് നമ്മൾ വളരണം. എന്താ എങ്ങനെ അവനിലേക്ക് വളരുന്നേ? സ്തോത്രം. നീ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ധൃതി ഭരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരും വേളയിൽ അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞു ആ കുഞ്ഞ് ഒരുങ്ങി വാസാരില്ല, നമ്മൾ കുളിച്ച് പെർഫ്യൂം അടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ കുളിക്കാതെ വന്ന കുഞ്ഞും കുളിച്ച് പെർഫ്യൂം അടിച്ച നമ്മളും തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധൻ അവനാണ്. അപ്പൊ വിശുദ്ധി എന്താണെന്ന് മനസ്സിലായല്ലോ. ആന്തരികമായി ഈ കുട്ടിയുടെ നിഷ്കളങ്ക ഭാവമാണ് വിശുദ്ധി. ആ വിശുദ്ധിയിലേക്ക് യേശു നമ്മെ തിരിച്ചു വളർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു ധനാഢ്യനും പണം കൊടുത്ത് തൻ്റെ ഭൂതകാലം വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല. ഭൂതകാലം നമ്മളും കുഞ്ഞായിരുന്നൊരവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങിപ്പോകണമെന്ന് പലപ്പോഴും തോന്നാറില്ലേ? ആ ശിശുവിന്റെ ശൈശവം എന്നെ വിട്ടുപോയില്ലേ? ആ ശിശുവിന്റെ ആ നിസ്സംഗതയുടെ ഭാവം, അന്ന് കണ്ട നിഷ്കളങ്ക ഭാവം വിട്ടുപോയിട്ട് ഓരോ നിമിഷം കഴിയും തോറും ഒരു കുശാഗ്ര ബുദ്ധിക്ക് അല്ലെങ്കിൽ കൂടുതൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ഒന്നായി നമ്മൾ ചുരുങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, സ്വർഗരാജ്യം അവകാശമാക്കുന്നവന്റെ യോഗ്യത പറയുകയാണ് ഈ ശിശുവിനെ പോലെയാകണം. അല്ലല്ലോ, എന്താ ശിശുവിനെ പോലെ ആവുക? ഏറുകൊണ്ട് പിടയുമ്പോഴും കടൽ വിഴുങ്ങാനാവാതെ കരക്കടിച്ചു മാറ്റുമ്പോഴും ആഴവെള്ളത്തിൽ മുങ്ങുമ്പോഴും ഈ കുഞ്ഞ് ആരെയാണ് ഓർത്തത്? അമ്മയാണ് ഓർത്തത്. ഹല്ലേലൂയ. അവസാനം ആഗ്രഹിച്ചത് അമ്മയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, മറ്റാരിലാണത് അഭയപ്പെടുക? ആരോടാണത് തൻ്റെ ആവശ്യകതകളെ പറയുക? പക്ഷെ ഇവിടെയാണ് നമ്മൾ കുഞ്ഞ് എന്ന ഒരു ബോധത്തിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് നിഷ്കളങ്ക ഭാവം ജനിക്കുന്നത്. പിന്നെ പറയുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. സത്യത്തിലുള്ള ആരാധന എന്നത് വിശ്വസ്തതയുടെ ഒരു തലം മാത്രമല്ല, ഹൃദയംഗമായ ഒരു സത്യസന്ധതയുടെ ഒരു ബോധമാണ് സത്യത്തിലുള്ള ആരാധന. ഞാൻ എന്നെ തന്നെ ഉള്ള അളവിൽ തമ്പുരാന്റെ പക്കലേക്ക് ഏൽപ്പിക്കുക. ഈ കുഞ്ഞിനൊരു മറവുമില്ല. ആ കുഞ്ഞ് ശുദ്ധമായ ഒരവസ്ഥയിൽ യേശുവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. യേശുവിനെ അരികിൽ വിളിച്ചു, എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഇവനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളണം, എൻ്റെ നാമത്തിൽ ഇവനെ സ്വീകരിക്കണം. ഈ ബോധം കൊണ്ടാണ് മിഷണറിമാർ പണ്ട് ഇന്ത്യയിലേക്ക് വന്നത്. ഈ ബോധം കൊണ്ടാണ് ഗ്രഹാം സ്റ്റേറ്റ്സിനെ പോലെയുള്ള മിഷണറി വീരന്മാർ ഒറീസയുടെ മണ്ണിലെ അനവധി ആദിവാസി ഗ്രാമങ്ങളിൽ അനവധി കുഷ്ഠരോഗികളുടെ ചേരി നിവാസികളുടെ അരികിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ആ കൂടെ തൻ്റെ മക്കളുണ്ട്. അവർ ഭക്ഷണം കൊടുത്ത ആ കൈകളെയാണ് ഇന്ത്യൻ മതതീവ്രവാദത്തിൻ്റെ സങ്കുചിത ബോധം പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ആ തീക്കുള്ളിൽ കുഞ്ഞുങ്ങൾ വെന്തമരുമ്പോഴും ഞങ്ങൾക്ക് പ്രതികാരമില്ല, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു പറയാൻ ഗ്ലാഡീസിനെ പോലെ ഒരു സ്ത്രീക്ക് സാധിച്ചെന്താ? തിരിഞ്ഞ് ശിശുവിനെ പോലെ ആവുക. തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് നമ്മൾ ഓഹരിക്കാരായി തീരുന്നത്. ഈ ശൈശവഭാവം നമുക്ക് അപ്പോസ്തലന്മാരിലൊക്കെ കാണാം. യേശുവിനാൽ സന്ദർശിക്കപ്പെട്ട് അടിയറ്റ് വീണടക്കുന്ന പൗലൂസിനെ നിങ്ങൾ നോക്കുക, ഒരു ശിശുവിനെ പോലെ ആ കരങ്ങളിൽ ചുരുങ്ങി. സ്തോത്രം. വെളിപ്പാടിൽ സജ്ജീകരിക്കപ്പെടുന്ന പ്രായാധിക്യമുള്ള യോഹന്നാനെ നോക്കുക, ഒരു കുഞ്ഞിന്റെ ഓർമ്മശക്തി പോലെ അവനിലേക്ക് ദൈവകൃപ തിരിച്ചു വന്ന് 22 അധ്യായങ്ങളുടെ വിശാലമായ ഈ പുസ്തകം ഓർമ്മയിൽ നിന്ന് വീണ്ടും എടുത്തെഴുതാൻ കഴിയത്തക്ക വിധം ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന ആരാണ്? അതാണ് യേശുവിന്റെ ചൈതന്യം. ഹല്ലേലൂയ. 90-95 വയസ്സുള്ള യോഹന്നാനെ കൊണ്ടാണ് ദൈവം വെളിപ്പാട് എന്ന ഏറ്റവും ശ്രേഷ്ഠമായ യേശുവിന്റെ പുനരാഗമനം ഉൾപ്പെടെയുള്ള വലിയ സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ശിശു മനസ്സിലേക്കുള്ള മടക്കയാത്രയ്ക്ക് നമുക്ക് സാധിക്കുമെങ്കിൽ വലിയ പ്രവൃത്തികൾ നമ്മിലൂടെ ഇനിയും തമ്പുരാന് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ വലിയവനെന്ന ബോധത്തിൽ നിന്ന് താഴേക്ക് ചുരുങ്ങുന്ന ആ എളിമത്തം, ആ നമ്മുടെ വിധേയത്വ മനസ്സ് തമ്പുരാന്റെ മുമ്പിൽ അതത്ര എളുപ്പമല്ല. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ വന്ന ഒരുവനേക്കാൾ എനിക്ക് കരുത്തനായി മുമ്പോട്ട് പോകണം, എനിക്ക് കൂടുതൽ മുമ്പോട്ട് പോകണം. മറ്റൊരുവൻ്റെ അവസരങ്ങളെ തട്ടിമാറ്റി, മറ്റൊരുവൻ്റെ വളർച്ചയെ തട്ടിമാറ്റി എൻ്റെ മകൻ വളരുന്നില്ല എന്ന ഒരു പരിഭവം നമ്മൾ വെക്കാറുണ്ട്. എൻ്റെ മകൾ വളരുന്നില്ല എന്നൊരു പരിഭവം വെക്കാറുണ്ട്. കലോത്സവ വേദികളിൽ പിന്നാമ്പുറങ്ങളിൽ ആദ്യത്തെ മത്സരം മക്കൾ തമ്മിലല്ല, മാതാപിതാക്കൾ തമ്മിൽ.
ആ കലോത്സവ വേദിയിൽ ഒരു അടുത്ത ഘട്ടം, അടുത്ത മീറ്റിംഗ്, അടുത്ത കലോത്സവ വേദിയിലേക്ക് പോകുകയാണ് സ്കൂളുകൾ തമ്മിൽ. അപ്പോൾ മത്സരം മാതാപിതാക്കൾ തമ്മിൽ മാത്രമല്ല, കലാലയങ്ങൾ തമ്മിൽ, ആ കലാലയ ഉടമകൾ തമ്മിൽ, കലാലയ അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ മത്സരം ആരംഭിക്കുകയാണ്. അടുത്ത ഘട്ടം പോകുമ്പോൾ മത്സരം വർദ്ധിച്ചിട്ട് സ്റ്റേറ്റ് തമ്മിലാവുകയാണ്, ജില്ലകൾ തമ്മിലാവുകയാണ്. ഇത്തരത്തിൽ മത്സരങ്ങളുടെ ഒരു ലോകത്ത് എങ്ങനെയാണ് ശിശുവിനെ പോലെ ആയി വരാൻ സാധിക്കുന്നത്? ഞാൻ ആ ശിശുവിനെ പോലായി വരുന്ന ഒരു മാനസികാവസ്ഥയിൽ ഒരു പിതാവ് അനുഭവിച്ച ഒരു ത്യാഗത്തിൻ്റെ കഥ പറയാം. ഒരു മോന്, അദ്ദേഹം എപ്പോൾ ചെന്നാലും തനിക്ക് 1-ാം സ്ഥാനം ലഭിക്കണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. പക്വമതിയായ അപ്പൻ പറഞ്ഞു കൊടുക്കും, ജീവിതത്തിൽ എപ്പോഴും 1-ാം സ്ഥാനം തന്നെയല്ല, താഴോട്ടും സ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ തൃപ്തിപ്പെടാൻ പറ്റുന്നത് അവന് സാധിക്കില്ല. പോകുന്നിടത്തൊക്കെ 1-ാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നിരാശയാണ്. അങ്ങനെ പലയിടത്തും കിട്ടാതെ വന്നു. ആളൊരു ഗായകനാണ്, ചിലയിടത്ത് കിട്ടും, 2-3 ഒക്കെ ആയി പോകുമ്പോൾ വലിയ നിരാശ. അങ്ങനെ ഇരിക്കെ ഒരു വലിയ കലോത്സവം വേദി, ഒരിക്കലും അവന് പ്രൈസ് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അതിലും കഴിവുള്ളവരുണ്ട്. ഈ കലോത്സവ വേദിയിൽ അവൻ പാടാൻ നിന്നു, നന്നാകുന്നില്ല. എല്ലാവരും ഉറപ്പിച്ചു, അവൻ തന്നെ ഉറപ്പിച്ചു, തോറ്റുപോകും. റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അവൻ ചിന്തിച്ചു, അത് താങ്ങാനുള്ളൊരു ഭാരം, ശേഷി എനിക്കില്ല. കുട്ടിക്ക് മീതെ വെച്ചു കൊടുക്കുന്ന അമിത സമ്മർദ്ദം, അതിൻ്റെ ഭാരമെന്ന് നിർത്തി അവനോട് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ പുറത്തോട്ട് ഇറങ്ങി. ആ സംഗീതത്തിൻ്റെ പേര് വിളിക്കാൻ തുടങ്ങിയാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. നടക്കാൻ തുടങ്ങുമ്പോഴേക്കും 1-ാം സ്ഥാനം വിളിച്ചു, തൻ്റെ പേരില്ല. 2-ാം സ്ഥാനത്തിനു വേണ്ടി കാത്തിരുന്നു, അവൻ്റെ പേരില്ല. ആശങ്ക വർദ്ധിച്ചു. ഇനിയൊരു സ്ഥാനമുണ്ട്, അത് 3ആണ്. അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നാണക്കേട് ഒഴിവാക്കാം. 3rd പ്രൈസ് വിളിച്ചു, അവിടെയും അവൻ്റെ പേരില്ല. നിരാശനായി അവനൊന്ന് തീരുമാനിച്ചുറപ്പിച്ചു, ഇനി ഒരിക്കലും ഞാൻ ഈ വേദിയിലേക്കില്ല, ഈ സ്ഥലത്തേക്കില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു പേര് അനൗൺസ് ചെയ്തു. ആ പേര് ഇവൻ്റെയാണ്. ഇന്ന കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വരണം. എന്താണ് കാരണം? ആ സ്പോട്ടിൽ അവനൊരു സമ്മാനമുണ്ട്. അത് ഈ ഓഡിയൻസിൽ ഈ കേട്ട പാട്ടുകളിൽ ഏറ്റവും നല്ല പാട്ടായി ഒരു ശ്രോതാവിന് തോന്നിയ പാട്ടിന് അദ്ദേഹം ഒരു കവറിൽ ഒരു സമ്മാനപ്പൊതി വെച്ചിട്ടുണ്ട്. അത് അവനുള്ളതാണ്, കൈപ്പറ്റണം. പിച്ച വെച്ച് നടന്ന് അവൻ ചെന്ന് ഈ സമ്മാനപ്പൊതി വാങ്ങുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ളൊരു തുകയുണ്ട്. അവനതുകൊണ്ട് തൻ്റെ ബൈബിളിൽ വെച്ചു. ഓരോ ദിവസം ഇതെടുത്തു നോക്കും, ചെലവാക്കൂല. കാരണം ഈ പണമാണ്, പണത്തിന്റെ വിലയേക്കാൾ അപ്പുറത്ത് വീണ്ടും പാടാൻ ഈ വേദികളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഈ പണമാണ്, ഈ കവറാണ്. അതിലേക്ക് നോക്കി അത് തന്നവന് നന്ദി പറഞ്ഞ് എന്നും തമ്പുരാനെ മഹത്വപ്പെടുത്തി വേദികളിൽ പാടും. അന്നു മുതൽ അവൻ ഏത് സ്ഥാനം കൊണ്ടും തൃപ്തിപ്പെട്ടു. കാരണം എന്നെ അംഗീകരിക്കുന്ന ചിലരെങ്കിലും ഈ ഓഡിയൻസിന്റെ കൂട്ടത്തുണ്ട്. കാലമൊത്തിരി കഴിഞ്ഞ് തനിക്കൊരാഗ്രഹം, ആരാണ് തനിക്ക് പണം തന്നത്? അന്വേഷിച്ച് അവൻ തൻ്റെ അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി. അതിൽ തനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം ആളെ മനസ്സിലായി, തൻ്റെ സ്വന്തം പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, നീ ആ പോർക്കളത്തിൽ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ അത്രയും കാലിബറുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ നീ എന്നേക്കുമായി നിന്നിൽ ദൈവം തന്ന താലന്തുകളുടെ മേഖല ഉപേക്ഷിച്ച് നിരാശനായി പോകാതിരിക്കാൻ, നിന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ ഞാൻ നിനക്ക് അറിയാതെ നേരത്തെ കൊടുത്തുവിട്ടൊരു പ്രോത്സാഹനമാണ് ഒരാളുടെ കയ്യിൽ. ഒരുവനെ അതിനുവേണ്ടി മുൻകൂട്ടി കരുതി ക്വാളിറ്റി ഇല്ലാത്ത നിന്റെ പാട്ടിനെ എന്തിന് ഞാൻ പ്രോത്സാഹിപ്പിച്ചു? ഇന്നായിരിക്കുന്ന അളവിലേക്ക് നീ വളരാൻ ഇതാണ് എന്റെ മുമ്പിലെ വഴി. തമ്പുരാൻ തന്നതെല്ലാം കഴിവ് നോക്കിയല്ല, അവിടുത്തെ കൃപയാണ്. ഞാൻ ഈ വീട്ടിൽ ഉറച്ചു നിൽക്കുന്നത് അവൻ എനിക്ക് തന്ന ആ കൃപ കൊണ്ട് മാത്രമാണ്. കഴിവല്ല, താലന്തല്ല, എന്റെ സമർപ്പണം പോലുമല്ല, അവന്റെ കൃപയാണ്. അതുകൊണ്ട് എനിക്ക് തിരിഞ്ഞ് ശിശുവിനെ പോലെയാകാൻ ഈ പിതാവിന്റെ വാത്സല്യം അതത്ര വലുതാണ്. ഈ പിതാവിന്റെ വാത്സല്യം നമ്മെ തിരിഞ്ഞു ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സ്തോത്രം. അതുകൊണ്ട് പലരും നിരുത്സാഹപ്പെടുത്തിയ മണ്ഡലത്തിൽ, പലരും കൊള്ളൂല എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നമ്മെ കരുത്തോടെ നിലനിർത്തുന്നത് ഈ പിതാവിന്റെ വാത്സല്യമാണ്, ആ പിതാവിന്റെ സ്നേഹമാണ്, നമ്മുടെ യേശു കർത്താവിന്റെ സ്നേഹമാണ്. യേശു ഈ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നു. സത്യത്തിൽ
താലന്തുള്ളൊരു കുഞ്ഞിനെയാണ് നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റികൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ചുമ്മാ സ്നേഹിക്കല്ല, താലന്തില്ലാത്തൊരു കുഞ്ഞിനെ ആര് സ്നേഹിക്കും? പാടാനറിയാത്ത, കൊട്ടാനറിയാത്ത, പരീക്ഷയിൽ മിടുക്കനല്ലാത്ത ഒരു കുഞ്ഞിനെ ആരാ സ്നേഹിക്കുക? അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്ന ആരാണുണ്ടാവുക? പക്ഷേ താലന്ത് നോക്കിയല്ല, കഴിവ് നോക്കിയല്ല, മറ്റാരുമില്ലാത്ത നമുക്ക് യേശു കാട്ടിയ കാരുണ്യം. ഹല്ലേലൂയ. ആ കുഞ്ഞ് എങ്ങനെ ആയിരിക്കും കാണുക? താലന്തുള്ളവരെ, കഴിവുള്ളവരെ ഒക്കെ മാറ്റി നിർത്തി എന്നെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് എന്നെ പരിഗണിച്ച യേശുവിനായി എനിക്ക് ജീവിക്കണം. ഈ ഒരു ബോധ്യം ഈ കുഞ്ഞിന് കൊടുത്ത ഒരു അഭിമാനമുണ്ട്. പലപ്പോഴും ശിഷ്യന്മാര് ഈ കുഞ്ഞുങ്ങളടുത്ത് വരുമ്പോഴേക്ക് ഓടിച്ചു വിടുന്ന പതിവുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ആളുകൾ പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും. കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ വരും. അതൊരു സന്തോഷമാണ്. ഒന്ന് ബ്ലസ് ചെയ്യുക അവരെ. അപ്പോൾ ശിഷ്യന്മാർ ഓടിച്ചു വിട്ടുക. ശിഷ്യന്മാർ ഓടിച്ചത് സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, കുഞ്ഞുങ്ങൾക്കുള്ള കാര്യമൊന്നുമല്ല. ചിലരെ ഈ കുഞ്ഞുങ്ങളെ പരിഗണിക്കാതെയാണ് സഭായോഗം പോലും നടത്തുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് മാറ്റി, ഇങ്ങനെയൊക്കെയാണ് അല്ലേ? തീരെ കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ മാറ്റണം. പക്ഷേ കേൾക്കാൻ മനസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരുത്തണം. അവരവിടെ ഇരിക്കട്ടെ, ശല്യം ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ മാറ്റി നിരസിച്ചു, ഒഴിവാക്കി വിടുമ്പോൾ ഈ തിരിച്ചു പോകുന്ന കുഞ്ഞിന്റെ സ്ഥിതി എന്നാലോചിച്ച്. പ്രാർത്ഥിക്കാൻ ഒരാൾ ഇവിടെ വന്നു, ചെലവുള്ളൊരു കാര്യമല്ലല്ലോ ഈ കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. അവരാരെയാ തടഞ്ഞെന്നറിയണ്ടേ? ഞാനോ നിങ്ങളോ ഒന്നും പ്രാർത്ഥിച്ച പോലല്ല, അവന്റെ തലയിൽ യേശു ഒന്ന് കരം വച്ചാൽ വലിയ പ്രവൃത്തിയാ. നമ്മൾ ആ വഴി തടയുന്നവരാകരുത്. യേശു പ്രവർത്തിക്കട്ടെ, വഴി തടയുന്ന ശിഷ്യനാകരുത്. അതിനാ യേശു ഇപ്പൊ കാട്ടിത്തന്നത്, ഇവനെപ്പോലാകണം നീ. സ്വത്രം. കുഞ്ഞുങ്ങൾ തിരിച്ചു നടക്കുകയാണ്, മാതാപിതാക്കൾ ദുഃഖിതരാണ്. യേശു കരം വെക്കാൻ ആശീർവദിക്കാൻ വന്നിട്ട് വഴി തടയുന്നവനല്ല ശിഷ്യൻ. ഹല്ലേലൂയ. ഉറക്കളച്ച് സമയം ഒന്നും നോക്കാതെ ആർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ സന്നദ്ധനായി വന്ന യേശുവിന്റെ പ്രവൃത്തിയുടെ വഴി തടയുന്ന ശിഷ്യന്മാരുടെ മധ്യേ യേശു ഒരു പുതിയ തെളിവെടുക്കുകയാണ്. ഈ കുഞ്ഞിനെ പോലാക്, ഈ കുഞ്ഞിനോളം വളര്, എന്നാണ് ഇവനോളം നീ വളരുക, എന്നാണ് ഇവനോളം ആവുക. തിരിഞ്ഞ് ശിശുവിനോളം വളരുക. ശിശുവിനോളം ചെറുതാകുക എന്നതിനേക്കാൾ നല്ല പ്രയോഗമാണ് അവനോളം വളരണം. അവനോളം നമ്മൾ എത്ര നാളിന് ശേഷം വളരുന്നേ? അതിന് ഒരു കാഴ്ച കാണാം. നിങ്ങൾ മക്കളെ തല്ലി നോക്കിയാലേ പരിഹരിക്കാനൊരു വഴിയുള്ളൂ. ആ കുഞ്ഞിനെ തല്ലിയ ആൾ തന്നെ എടുക്കണം. ശരിയല്ലേ? ഞാൻ മോനെ തല്ലിയാൽ, മോളെ തല്ലിയാൽ മറ്റൊരാൾ വന്ന് ആശ്വസിപ്പിക്കുന്നതിലും, വൈഫ് ആശ്വസിപ്പിക്കുന്നതിലും അവനിഷ്ടം, അവൾക്കിഷ്ടം ഞാൻ ആശ്വസിപ്പിക്കുന്നതാണ്. റിക്കൺസിലിയേഷൻ. സ്വർഗപിതാവ് അങ്ങനെയാണ്. സ്വർഗപിതാവ് അങ്ങനെയാണ്. ചില ഘട്ടങ്ങളിൽ നമ്മെ തല്ലും. ആ മുറിവേറ്റ പാടുകളിലേക്ക് അവൻ തന്നെ ആ സ്നേഹത്തിന്റെ അമൃത് പുരട്ടും, ആശ്വസിപ്പിക്കും. താങ്ങും തണലുമായി നമ്മുടെ കൂടെയുള്ള നല്ല ദൈവം ഈ ശിശുവിനെ അരികിൽ നിർത്തി പറയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരണം. സ്തോത്രം. പൈഡിയാസ്, ഇതാണ് ഈ ശിശു എന്നതിന്റെ ഗ്രീക്ക് വേർഡ്. പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറയല്ല, ആ പദമല്ല, അങ്ങനെ ഉണ്ടാകുന്നതാണ്. തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലാകും. ഈ കുഞ്ഞ് എന്ന പദം എത്ര നിഷ്കളങ്കതയുടെ ഒരു ശബ്ദമാണ്. ഇംഗ്ലണ്ടില് ഒരു കലാലയത്തിൽ ഒരു മാഷ് വരുവായിരുന്നു. ആ മാഷ് വന്നിട്ട് അതൊക്കെ ഇങ്ങനെ നിലം വര കുനിഞ്ഞ് നമസ്കരിക്കും. അതവിടെ ചെയ്യുന്ന പണി വലിയ വലിയ രണ്ടാളുകളെ, മുതിർന്ന ഒരാളിനെ താഴെയുള്ള ആളാണ് ഇങ്ങനെ കരം കൂപ്പുണ്ട്. ഒരിക്കലും ടീച്ചർ അങ്ങനെ താഴേണ്ട കാര്യമില്ല. ഉണ്ടോ? അതൊരു പൊസിഷൻ തന്നെയാണ്. കൂട്ടുകാർ ചോദിച്ചു, മാഷെന്തിനാണ് ഈ താങ്കൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ താഴുന്നത്? മാഷ് പറഞ്ഞു, നമ്മളൊക്കെ ഇവിടെ എത്തി, ഇനി എൻ്റെ പരമാവധി പ്രൊമോഷൻ HM ആയിട്ടല്ല, പ്രിൻസിപ്പളായിട്ടാ. പക്ഷെ ഈ കുഞ്ഞ് ആരാകുമെന്ന് ആര് കണ്ടു? അവൻ അഡ്വാൻസ്ഡ് ആയി ചിലതൊക്കെ ആകാൻ ഞാൻ മുൻകൂട്ടി വണങ്ങുകയാണ്. അവന് നാളെ തോന്നണം, ഇന്ന മാഷി എന്നെ വണങ്ങിയിട്ടുണ്ട്, ആ നിലവാരത്തിലേക്ക് ഞാൻ വളരണം. ഇതിനാ യേശു നമ്മുടെ പാദം കഴുകിയത്. നമ്മൾ ആരാകണം എന്ന് ഈ നല്ല ഗുരു കണ്ടു. സ്തോത്രം.
ഈ ഗുരു നമ്മെ സ്നേഹിച്ചതും കരുതി എന്തിനാ? എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നമ്മൾ വളരണമെന്ന് അവരാഗ്രഹിച്ചു. അതാ ഗുരു എന്ന പദത്തിന്റെ ആ വലിയ വിശാലത തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ടീച്ചറെ മിസ് എന്നോട് പറഞ്ഞു, ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മോനെ, ടീച്ചറുടെ മോനല്ല, സ്കൂളിലെ കുട്ടിയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നല്ല മികവുറ്റ പഠനം അവന് കിട്ടണമെന്ന് എന്തിനാഗ്രഹിച്ച് ടീച്ചറുടെ മക്കൾക്ക് കിട്ടാത്തത് ആ കുഞ്ഞിന് കിട്ടുമ്പോൾ ടീച്ചർക്ക് അസൂയയില്ലാത്തതുകൊണ്ടാ. അതാ ഗുരു. ഗുരുവിന് മകനേക്കാൾ മകളെക്കാൾ ഇഷ്ടം ശിഷ്യനോടാണ്. ഏത് കാര്യത്തിലാന്ന് മനസ്സിലായല്ലോ? കാരണം തൻ്റെ ഉള്ളിലുള്ളതെല്ലാം താൻ അതുപോലെ പകർന്നു കൊടുക്കാൻ തൻ്റെ മക്കൾ സമൃദ്ധമായിട്ടുണ്ട് ഏറ്റെടുക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് ടീച്ചർക്ക് തിരിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ. ഒരു കുട്ടിയിൽ നിന്ന് അധ്യാപകർ കിട്ടുന്ന വലിയ പ്രസന്റേഷൻ എന്താ? താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ പക്കലുള്ളവ അതേപടി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ തിരയുകയാണ് ഒരു നല്ല ടീച്ചർ. സ്തോത്രം. എന്നാൽ വ്യത്യസ്തരായ ഗുരുക്കന്മാരുമുണ്ട്. നമ്മളറിയാം, ഏകലവ്യന്റെ സംഭവം അറിയാലോ. ഈ പെരുവരൽ വാങ്ങുന്ന അവസ്ഥ അറിയാമല്ലോ. ഈ വലിയൊരു വേദനാജനകമായൊരു കഥയാണ്. അതായത് ഓർക്കും തോറും നമ്മുടെ കണ്ണ് നിറയുന്നൊരു കഥയാണ്. ഗുരു എന്ന ഭാരതീയ സങ്കല്പത്തിൽ പുഴുക്കുത്തു വീഴുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്കത് തോന്നുന്നത്. കാരണം ആയോധന കലയിൽ അശുദ്ധാത്മാവിനേക്കാൾ അർജുനനേക്കാൾ കരുത്തുറ്റ ഏകലവ്യൻ ഗുരുവിന്റെ പ്രതിമ വെച്ചിട്ട് വിദ്യ അഭ്യസിച്ച് അർജുനന്റെ വേട്ടനായുടെ വായ കോർക്കും വിധം അസ്ത്രമയച്ച് ഈ വിദ്യ കണ്ട് അർജുനൻ നടുങ്ങി. ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അവന്റെ പെരുവിരലാണ് പകരം ചോദിക്കുക. ഒരിക്കലും അസ്ത്രം അയക്കാതെ അവന്റെ കഴിവുകളെ മുഴുവൻ സ്തംഭിപ്പിച്ച ഗുരുവുണ്ട്. നമുക്കൊരു പരമഗുരുവാണുള്ളത്. നമ്മുടെ ഗുരു പിരിയാന്തരം എന്തോ പറഞ്ഞു? ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇത്രയും പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ തന്നിട്ട് പറഞ്ഞു, ഗുരുവിനോളം ആകണം. അതാ ശിഷ്യന് വേണ്ടത്. ഗുരു നമ്മുടെ റോൾ മോഡലാണ്. അതുപോലെ ആകണം, യേശുവിനെ പോലെ ആകണം. അതിൻ്റെ തന്നെ ഒരു വലിയ കാര്യം, യേശു ആണെന്ന് പറഞ്ഞ് എത്ര പേരെ നമ്മൾ പിൽക്കാലത്ത് കണ്ടു. ഇപ്പോഴും ആളുകൾ യേശു ആതാനെന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, അല്ലേ? വ്യാജന്മാരാ. പക്ഷെ നിങ്ങൾ ഇന്നുവരെ കണ്ടോ? ഞാൻ ആ സോക്രട്ടീസ് എന്ന് പറഞ്ഞ ആരും വരുന്നില്ല. സോക്രട്ടീസ് നല്ല മനുഷ്യനല്ലേ? ഞാനാണ് ഈ ഗാന്ധിജി എന്ന് പറഞ്ഞ ആരും വരുന്നില്ല. ഇപ്പൊ ഗാന്ധിജി എന്ന് പറഞ്ഞ ആകെപ്പാട് വന്ന ടാബ്ലോ നടത്തുന്ന പിള്ളേരാ. അന്ന് കയറിയിട്ട് തലയിൽ പപ്പടമൊക്കെ ഒട്ടിച്ചൊന്ന് അഭിനയിച്ചിട്ട് പോകും. അല്ലാതെ ഗാന്ധിജിയാന്ന് പറയുന്നില്ല. പക്ഷെ ഏതൊരാളും പറയാൻ ഇഷ്ടപ്പെടുന്ന പേര് ഞാൻ യേശുവാണ്. എന്താ കാര്യം? അതാണ് ആ പേരിന്റെ പവർ. അനുകരിക്കാൻ കൊള്ളാവുന്നവൻ യേശുവാണ്, അനുഗമിക്കാൻ കൊള്ളാവുന്നവൻ യേശുവാണ്. ആ വിശ്വസ്തയോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഈ ഗുരു നമുക്കൊരു നല്ല പാഠം നമ്മുടെ മുമ്പിൽ ഒരു സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യാണ്. ഈ കുഞ്ഞോളം വളരുക, ഈ കുഞ്ഞിനെ പോലെ ആവുക, ഈ കുഞ്ഞിലേക്ക് ഉയരുക. ആ കുഞ്ഞിലേക്ക് ഞാൻ പരിമിതപ്പെടുമ്പോൾ, അവനിലേക്ക് ഞാൻ ചുരുങ്ങുമ്പോൾ ഞാൻ വളരുന്നു എന്ന സത്യം എത്ര പേർക്കാണ് മനസ്സിലാകുന്നത്? നമ്മൾ ഈ ദിനങ്ങളിൽ ഇത്തരം ഒരു പാഠം പഠിക്കുമ്പോൾ ഒട്ടേറെ വസ്തുതകളുണ്ട് ഇതിനകത്ത്. സ്തോത്രം. ഈ കുഞ്ഞ് അവൻ എന്ത് ആനന്ദമായിരിക്കും. ഞാനൊരു പോയിന്റ് കൂടി പറഞ്ഞു നിർത്തിക്കൊള്ളാം. നിരസിക്കപ്പെട്ട ഒരു കുഞ്ഞിൽ നിന്നൊരു ചിത്രം വരയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വിശദനം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ, ഈ അഞ്ചപ്പം കൊണ്ടു കൊടുത്ത ആ കുട്ടിയിലേക്ക് വരും. ആയിരക്കണക്കിന് ആൾ നിൽക്കുന്നിടത്ത് ഭക്ഷണമില്ല. ഭക്ഷണമില്ലാതെ വരുമ്പോൾ ഒരു കുഞ്ഞവിടെ ഉണ്ട്. ആ കുഞ്ഞിന്റെ പക്കലുണ്ട്. ആ കുഞ്ഞിനെ വിളിച്ചടുത്ത് കൊണ്ട് നിർത്തി, ഇവനാണ് ഇന്ന് തരാൻ പോകുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് തോന്നിക്കാണും, ഒരിക്കൽ പലരും എന്നെ ഒഴിവാക്കിയതാണ്, ഇന്ന് ഈ ഒരു പിടി ഭക്ഷണം എടുത്തത് ഗുണമായി. എടുത്ത മാത്രമല്ല, അത് യേശുവിന് കൊടുക്കാൻ ഞാൻ സന്നദ്ധത കാട്ടിയത് ഗുണമായി. സ്തോത്രം. അത് യേശുവിന്റെ പക്കലേക്ക് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ അവൻ കരം നീട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അവൻ അറിയില്ല താൻ നീട്ടിപ്പിടിച്ച കരവും അതിനുള്ളിലെ 5 അപ്പവും 2 മീനും ഈ പുസ്തകത്താളിലേക്ക് പതിയാൻ പോവുകയാണെന്നും ജനകോടികൾ ഏറ്റെടുക്കാൻ പോവുകയാണെന്നും ഉള്ള സത്യം അവൻ അറിഞ്ഞില്ല. അതുകൊണ്ട് പിഞ്ചോമനയുടെ ആ കുഞ്ഞു കൈകൾ വിറച്ച് അവന്റെ പക്കലേക്ക് നീങ്ങുമ്പോൾ, കുഞ്ഞേ, ആ വിറയ്ക്കുന്ന കൈകൾ യേശുവിന്റെ കൈകളിലാണ് വന്ന് സ്പർശിക്കുന്നത്. വിദ്യുത്തരംഗം പോലെ അവന്റെ കൃപയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത്. നമുക്ക് യേശുവിലേക്ക് ഈ കുഞ്ഞിനെ പോലെ സമർപ്പിക്കാം. നമുക്ക് വിനയാന്വിതരാകാം. സ്തോത്രം. ഓർമ്മ വന്നുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. തിരുവെടുത്ത് പഠിക്കുമ്പോൾ വയലിൽ നിന്ന് പണി കഴിഞ്ഞു വരുന്ന കുറേന്യക്കാരനായ ശിമോൻ, അത് യഹൂദൻ തന്നെയാണ്, കുറേനിൽ പാർത്തു എന്നേ ഉള്ളൂ.
അടിമയാണ്. അടിമ എന്ന് പറഞ്ഞതിനേക്കാൾ നല്ല വയലിൽ പണിയെടുക്കുന്ന ഒരാൾ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. ഈ ക്രൂശ് ചുമക്കേണ്ടി വരുന്നു. റോമിലെ നിയമം അനുസരിച്ച് നിശ്ചിത സമയത്ത് ഇത് ക്രൂശിക്കണം. സമയം കഴിഞ്ഞാൻ പാടില്ല, സമയത്ത് ക്രൂശിക്കണം. അപ്പോൾ ഈ മരത്തടി കൊണ്ട് യേശു കൃത്യസമയത്ത് അവിടെ ചെല്ലില്ല. വേച്ചും വിറങ്ങലിച്ചും ബുദ്ധിമുട്ടിയും ക്ഷീണിച്ചും നടന്ന് അവിടെ ചെല്ലില്ല. അപ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വരും. ഭയങ്കര നിയമമാണ്. അപ്പൊ അവർ കണ്ടെത്തിയ മാർഗമാണ് ഇത് ആരെ കൊണ്ടല്ലോ എടുപ്പിച്ച് അങ്ങോട്ട് വെക്കാം, പ്രോഗ്രാം നടക്കണമല്ലോ. അങ്ങനെയോ? ആരാ എടുക്കാനുള്ളേ? അവരുടെ നാട്ടിലൊരു വിശ്വാസമുണ്ട്, വിധി പുറപ്പെട്ട് കഴിഞ്ഞാൽ ക്രൂശയിൽ ആര് തൊട്ടാലും അവന് ശാപം വരുമെന്ന്. മനസ്സിലായോ? വിധി പുറപ്പെട്ട് കഴിഞ്ഞാൽ ക്രൂശയെ തൊട്ടാൽ ശാപം വരും. ചെല്ലുമ്പോ വയലിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന ശിമോൻ, അവൻ 2 കുട്ടികളുണ്ട്, അലക്സാണ്ടറും രൂഫോസും. ഇങ്ങനെ ചരിത്രം പറയുന്നു. കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അവന്റെ കൂടെ കാണും. ഈ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയിട്ട് അപ്പനെ വിളിച്ചു വരാൻ പറഞ്ഞു. വിളിച്ചിട്ട് അവനോട് പറഞ്ഞ് എടുക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് ശാപം വരുമെന്നൊന്നും അവൻ അറിയില്ല. അവനിങ്ങനെ നോക്കിയപ്പോൾ യേശുവിനെയാ കാണുന്നത്. തലയിൽ മുൾക്കിരീടം വെച്ച്, അങ്കി ധരിപ്പിച്ച്, കയ്യിൽ പരിഹസിക്കാൻ ചെങ്കോലും പിടിപ്പിച്ച് യേശുവിനെ നിർത്തിയിരിക്കുന്നു. അവൻ ഈ മുഖത്തേക്ക് നോക്കി. ആളിന്റെ പേരും എല്ലാം മനസ്സിലായി. അവന് പിടികിട്ടി, ഞാൻ എത്രയോ കാണാൻ ആഗ്രഹിച്ച ഒരാൾ, എന്റെ പരിഭവങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ആൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഇങ്ങനെ കാണാൻ സാധിച്ചതൊരു കുറവല്ല. ക്രൂശ് ചുമക്കുന്നവനെ കാണാൻ സാധിച്ചതൊരു കുറവല്ല. 5 അപ്പം കൊടുത്തവനേക്കാൾ കരുത്താണ് അടിയറ്റ് തിരുത്ത പാടുകളിൽ നിന്ന് രക്തം വമിക്കുന്ന ഈ ദൈവപുത്രൻ. നീ കണ്ടത് ഒരു ചെറിയ കാഴ്ചയല്ല, ഒരു വലിയ കാഴ്ചയാ. അതുകൊണ്ടാണ് അവൻ നനച്ചത്, ഈ ക്രൂശ് ഒരു വേള, ഇവന്റെ ക്രൂശ് എനിക്ക് ചുമക്കണം. ഞാൻ ഗ്രഹിച്ചു വച്ച ചിന്തകളൊക്കെ അപ്രസക്തമാകണം. ഈ ക്രൂശ് ഒന്ന് ചുമക്കണം. ഇവന് വേണ്ടി ഈ ചുമലൊന്ന് വിട്ടുകൊടുക്കാൻ ഒരു ചെറിയ മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു സന്തോഷമാണ്. ഈ ചുമൽ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. വചനം കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, മറ്റൊന്നും കൊടുക്കാനില്ലെങ്കിൽ ഈ ചുമൽ അവന് വിട്ടുകൊടുക്കാൻ എത്ര പേരുണ്ട്? ഈ ക്രൂശ് ഒന്ന് സഹിക്കാൻ അവന്റെ അരികിലേക്ക് നമുക്കെടുത്തിയല്ല, നിയമങ്ങൾ അറിയാത്തവനായിട്ടോ എന്തോ അവൻ ചെല്ലുന്നു, ക്രൂശ് ചുമക്കുന്നു. ആ ക്രൂശെടുത്ത് തന്റെ തോളിലേക്ക് വയ്ക്കുന്നു, അങ്ങോട്ട് നടക്കുകയാണ്. അത്രയും ദൂരം അവൻ വേച്ചു വിറച്ച് നടക്കുമ്പോൾ ഒരു തോടൊക്കെ കടന്നു പോണം. അപ്പോൾ വേദനിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ യേശു അവന്റെ പക്കൽ നിന്ന് ആ ക്രൂശ് വാങ്ങി. അവൻ എത്ര നേരം തോളിൽ വെച്ചു നമുക്കറിയില്ല. പക്ഷെ അവന് അനുഗ്രഹം ഉണ്ടായി. ഒരു നിമിഷമെങ്കിലും ആ ക്രൂശിൽ സ്പർശിച്ച് അതൊന്ന് തോളിൽ വെക്കാൻ, ഹല്ലേലൂയ, അതൊന്ന് തോളിൽ വെക്കാൻ ഒരു അനുഗ്രഹം ഉണ്ടായി. എത്ര വയസ്സിലാണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഏതു പ്രായമായിരുന്നെങ്കിലും അവൻ ഈ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സുഖമുള്ള ഒരു ഓർമ്മയാണ് ഈ ക്രൂശ് ഒന്ന് തോളിൽ വെച്ചത്. ഇങ്ങനെ ഓർമ്മയുള്ള എത്ര പേരുണ്ട്? യേശുവിന്റെ ക്രൂശ് ജീവിതത്തിൽ ശിരസ വഹിക്കാൻ കഴിഞ്ഞ ആ നല്ല നിമിഷമാണ് നമ്മെ കൂട്ടിവരുത്തിയത്. ഇവിടെ സ്തോത്രം. കാലമേറെ കഴിഞ്ഞു. ആ ക്രൂശ് ചുമന്നവന്റെ തലമുറയെ കുറിച്ച് പുസ്തകത്തിലുണ്ട്, ചരിത്രത്താളുകളിലുണ്ട്. പിൽക്കാലത്തെ എഫെസോസ് സഭയുടെ ഏറ്റവും ശ്രേഷ്ഠനായ അധ്യക്ഷനായി അദ്ദേഹത്തിന്റെ മകൻ ഉയർത്തപ്പെടുക. യോഹന്നാനും പോളിക്കാർപ്പും ഒക്കെ ഉള്ള ആ ചർച്ചിന്റെ മേലധികാരിയായി, ശുശ്രൂഷകനായി യേശുവിന് വേണ്ടി ശോഭിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഇത് പൗലോസ്ലീഹ അറിഞ്ഞിട്ട് തന്റെ കുറിപ്പിൽ എഴുതുക, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് അവന്റെ അമ്മയായ എന്റെ അമ്മയ്ക്കും വന്ദനം പറവി. തലമുറകളെ പ്രസിദ്ധരാക്കുന്നത് യേശുവിന്റെ ക്രൂശിലൂടെയാണ്. തലമുറകൾ യേശുവിന്റെ ക്രൂശിനാൽ അടയാളപ്പെടുത്തട്ടെ. യേശുവിന്റെ ക്രൂശാണ് നമ്മുടെ ജീവിതത്തിന്റെ ചൈതന്യം. ഈ ബോധം നമ്മെ ഭരിക്കട്ടെ. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി യേശുവിന് വേണ്ടി ഈ പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മുൻവിധികളെ, നമ്മുടെ ധാരണകളെ ഒക്കെ മാറ്റിവെച്ച് നമുക്ക് ഈ ക്രൂശ് എടുക്കാം.